ഓഗസ്റ്റ് 21 ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംവരണ ബച്ചാവോ സംഘർഷ സമിതി. SC/ST വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സംവരണ ബച്ചാവോ സംഘർഷ സമിതി ഓഗസ്റ്റ് 21 ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഭാരത് ബന്ദിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിലും വലിയ പ്രചരണം തന്നെ നടക്കുന്നുണ്ട്. എക്സിൽ #21 ഓഗസ്റ്റ് ഭാരത് ബന്ദ് എന്ന ഹാഷ്ടാഗ് നിലവിൽ ട്രെൻഡിങ്ങിലാണ്. ഇതിനോടകം 10,000-ലേറെ പോസ്റ്റുകൾ ഈ ഹാഷ്ടാഗിന് കീഴിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്യുകയും അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നതാണ് ഭാരത് ബന്ദിന്റെ പ്രധാന ലക്ഷ്യം. ഭാരത് ബന്ദിന് വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബന്ദിനിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. എല്ലാ ഡിവിഷണൽ കമ്മീഷണർമാരും ജില്ലാ മജിസ്ട്രേറ്റുകളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGPയും അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഓഗസ്റ്റ് 21 നടക്കുന്ന ബന്ദിന് തയ്യാറെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഭാരത് ബന്ദ് ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് അവിടെ കനത്ത ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്കിടെ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ വിപുലമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഭാരത് ബന്ദ് ആശുപത്രി, പത്രം, പാൽ, ആംബുലൻസുകൾ പോലുള്ള അടിയന്തര സേവനങ്ങളെ ബാധിക്കില്ല. പൊതുഗതാഗതം സ്തംഭിക്കാനും ചില സ്വകാര്യ ഓഫീസുകൾ അടച്ചിടാനും സാധ്യതയുണ്ട്. ബഹുജൻ സംഘടനകൾ ഭാരത് ബന്ദിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ഭാരത് ബന്ദ് വലിയ സ്വാധീനം ചെലുത്തില്ല. ഭാരത് ബന്ദിനോട് അനുഭാവവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച് റാലികളും യോഗങ്ങളും നടന്നേക്കും. ഈ വർഷം ഇതാദ്യമായല്ല ഭാരത് ബന്ദ് നടക്കുന്നത്. കർഷക സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 16 ബന്ദ് സംഘടിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഇത് കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല. എന്നാൽ പഞ്ചാബിലും ഹരിയാനയിലും കർഷകരുടെ പ്രക്ഷോഭമാണ് ഉണ്ടായത്. അതേസമയം സംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്കെതിരെയും കോടതി വിധിക്ക് കേന്ദ്ര സർക്കാരിനെ നേരിട്ട് ഉത്തരവാദികളാക്കിയും കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ നേതൃത്വത്തിൽ ദളിത് നേതാക്കൾ ആരക്ഷൺ ബച്ചാവോ സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുൻപ് പ്രതിഷേധിച്ചിരുന്നു. മോദി സർക്കാരും മായാവതിയെ പോലുള്ള നേതാക്കളും ഈ അവസ്ഥയിലേക്ക് നയിച്ചു. മാർച്ച് പ്രതീകാത്മകമാണ്. സംവരണ വിഷയത്തിലെ സുപ്രീം കോടതി വിധിയെ എതിർക്കാൻ ഭാവിയിൽ ഇതിനേക്കാൾ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. RSS മേധാവി മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവർ സംവരണത്തിനെതിരെ സംസാരിച്ചിരുന്നു. താഴ്ന്ന വിഭാഗങ്ങൾക്കുള്ള സംവരണം ആരും തൊടാത്ത വിധം സംരക്ഷിക്കണമെന്നും കോൺഗ്രസ് നേതാവ് അന്ന് ആവശ്യപ്പെട്ടിരുന്നു.